കൃത്യമായി ദീനോടുകൂടി കുടുംബം കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചിട്ടും ആ അനുസരണ കാണിക്കാത്ത ഭാര്യമാരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല. എന്നാൽ ആ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു പിയാപ്രണിയാ കിട്ടിയതെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് വെറൈറ്റി ഫുഡ് കഴിക്കണം, പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോ ഇറക്കണം, നാടൊട്ടുക്കും എന്തൊക്കെ പരിപാടികളുണ്ടോ അവിടെയൊക്കെ പോണം, എന്നിട്ട് അതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ആധുനിക മോഡേണിസ്റ്റ് ഭർത്താവാണെങ്കിൽ അത് അവളുടെ പരീക്ഷണമാ ആ ഭർത്താവ്. ആ കുടുംബത്തിന് കിട്ടുന്ന ഒരു പരീക്ഷണമാ ഭർത്താവ്. തന്റെ ഇണയെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കണം എന്നാഗ്രഹിക്കാത്തൊരു ഭർത്താവ് തന്റെ ഭാര്യയെ പൊന്നും കുടത്തിലിട്ട് കൊണ്ടുനടന്നാലും ശരി, ചോദിച്ചതെന്ത് വാങ്ങിക്കൊടുത്താലും ശരി, അവള് നാട്ടുകാരോടും കുടുംബക്കാരോടും നിന്റെ മൂപ്പർക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തരും എന്ന് നിങ്ങളെ പൊലിപ്പിച്ച് പറഞ്ഞാലും ശരി, ഒരു വക്തിന് പള്ളിയിലേക്കോ ഖുർആൻ പഠിക്കുന്നതിലേക്കോ ദീനി ചിട്ടയിൽ വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടടക്കാനോ പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ചോളൂ, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കിട്ടിയ പരീക്ഷണ ഭർത്താക്കന്മാര്. ആ ഭർത്താക്കന്മാരെ പറ്റിയല്ല ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ തന്റെ ഭർത്താവിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യമാര്, തന്റെ ഭർത്താവിന്റെ ദീനിനോട് വലിയ സ്നേഹത്തോടുകൂടി അടുത്തു നിൽക്കുന്ന ഭാര്യമാര്, അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ജീവിതത്തിൽ അവരെത്രയേറെ ജീവിതത്തിന്റെ മേൽകളിലെത്തിയാലും ശരി, ഭർത്താവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇബാദത്തുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല.